ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് ഒരു ചിക്കൻ കറി ഉണ്ടാക്കിയാലോ? അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പോകാം റെസിപ്പിയിലേക്ക്. അതിനുവേണ്ടി 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത് അതിനാവശ്യത്തിലുള്ള സവാളയും ചെറിയുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. തേങ്ങ എടുത്തിട്ടുണ്ട്, പട്ടയും ഗ്രാമ്പും ബേ ലീഫും കൂടി എടുത്തിട്ടുണ്ട്. ഒരു പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്, 2 ചെറിയ ടൊമാറ്റോ എടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ കല്ലിൽ വെച്ച് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചിട്ടുണ്ട്. കുരുമുളക് ഇങ്ങനെ ചേർക്കുന്നതാണ് ചിക്കൻ കറിക്ക് ഒന്നുകൂടെ ടേസ്റ്റ്. നമ്മൾ പൊടിച്ച് ചേർക്കുന്നതിനേക്കാൾ ടേസ്റ്റ്. ഈ ഉള്ളി എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാമേ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാമേ. ഇനി ഇതിലേക്ക് ഈ തേങ്ങ ഇട്ട് കൊടുക്കാമേ. തേങ്ങയൊന്ന് നല്ലൊരു ബ്രൗൺ കളറാക്കി എടുക്കാമേ. ഇനി ഈ പൊട്ടിച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാമേ. ഈ ഇഞ്ചി വെളുത്തുള്ളി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഇത് ചൂടാക്കി എടുക്കാവേ. ഇനി ഇതിലേക്ക് ഈ പൊട്ടിച്ച് വെച്ചിരിക്കുന്ന പട്ടയും ഗ്രാമ്പും ബേ ലീഫും കൂടെ ഇട്ട് കൊടുക്കുവാണേ. അല്ലാതെ ഗരം മസാല ചേർക്കുന്നുണ്ട് ഞാൻ. ഈ പട്ടയും ഗ്രാമ്പും ബേ ലീഫും ഒക്കെ ഒന്ന് പൊട്ടിച്ച് ചേർക്കുമ്പം ഇതിന് ചിക്കൻ കറിക്ക് പ്രത്യേക ടേസ്റ്റ് കിട്ടുവേ. ഇനി സവാളയും ചെറിയുള്ളി അതും കൂടി ഇട്ട് കൊടുക്കാമേ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുവാണേ. പൊട്ടറ്റോയും കൂടെ ചേർത്ത് കൊടുക്കുവാണ്. പൊട്ടറ്റോയും ടൊമാറ്റോയും ഒക്കെ ചേർക്കുമ്പം കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും. കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുവാണ്. പൊട്ടിച്ച് വെച്ചിരിക്കുന്ന കുരുമുളക് അതും കൂടെ ചേർത്ത് കൊടുക്കുവാണ്. കുരുമുളക് നമ്മൾ പൊടിച്ച് ചേർക്കത്തില്ലേ, അതിനേക്കാൾ നല്ലൊരു ടേസ്റ്റ് ഇങ്ങനെ ചേർക്കുന്നതാണ്. ഇങ്ങനെ ക്രഷ് ചെയ്ത് ചേർക്കുന്നതാണ്. 1 ടീസ്പൂൺ മഞ്ഞൾ പൊടി കൂടി ഇട്ട് കൊടുക്കുവാണ്. ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഫ്ലെയിം ഞാൻ മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി എന്നിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ഇതിലിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. കാരണം ഇത് പച്ചപ്പൊടിയാണ്. ഇത് ഞാൻ ചേർത്ത് കൊടുക്കുന്ന കാശ്മീരി ചില്ലിയാണ്. ഞാൻ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ പൊടി ഇതിലിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഇതിൻ്റെ റോ ഫ്ലേവർ ഒന്ന് മാറുന്നിടം വരെ. ഈ മുളക് പൊടി ഇതിലിട്ട് നന്നായിട്ട് ഞാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ ടൊമാറ്റോ ചേർത്ത് കൊടുക്കാമേ. ഈ മുളക് പൊടി ഇതിലിട്ട് ആദ്യം നന്നായിട്ട് ചൂടാക്കി എടുത്തതിന് ശേഷം ഈ ടൊമാറ്റോ ചേർത്ത് കൊടുക്കാവൂ. ഇനി ഇതിലേക്ക് ഈ ചിക്കൻ ചേർത്ത് കൊടുക്കാമേ. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ. ഇനി ഇതിലേക്ക് ഇത് വേവാൻ ആവശ്യത്തിലുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ചൂടുവെള്ളമാണ്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൽ ഗരം മസാല ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല. ഇത് പകുതി വെന്ത് കഴിഞ്ഞിട്ട് ഗരം മസാല ചേർത്ത് കൊടുക്കാമേ. ഇനി ഇത് അടച്ചു വെച്ചൊന്ന് വേവിക്കാമേ. ഇനി ഇതൊന്ന് തുറന്ന് നോക്കിയൊന്ന് ഇളക്കി കൊടുക്കാമേ. ഇടയ്ക്കിതൊന്ന് ഇളക്കി കൊടുക്കണമേ. ഇത് വെന്തിട്ടില്ല കേട്ടോ, ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുവാണ്. ഇനി ഇതിലേക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാമേ. മസാല ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ വീട്ടിൽ പൊടിച്ചെടുത്തതാണ്. ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുവാണ്. 2 ടേബിൾ സ്പൂൺ ഗരം മസാല ഞാൻ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാമേ. ഈ കറിയെല്ലാം നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിലുള്ള കടുക് പൊട്ടിച്ച് ചേർക്കാമേ. ഇതിലേക്ക് ആവശ്യത്തിലുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുവാണ്. കടുക് ഇട്ട് കൊടുക്കാമേ. കടുകെല്ലാം പൊട്ടി വന്നിട്ട് കറിവേപ്പില ചെറിയുള്ളി വറ്റൽമുളകും ഇട്ട് കൊടുക്കാം.
ഇതെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഞാൻ ഓഫ് ചെയ്യുവാണ്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ. ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ചിക്കൻ കറി ഇതിലേക്ക് സെർവ് ചെയ്യുവാണ്. ഈ ചിക്കൻ കറിക്ക് നല്ല ടേസ്റ്റാണ്. ഇതിൽ ടൊമാറ്റോയും പൊട്ടറ്റോയും ഒക്കെ ചേർത്തുണ്ട്. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ വെറുതെ ചിക്കൻ കറി വെച്ചാൽ ഇത്ര ടേസ്റ്റ് കിട്ടത്തില്ല. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്